നമസ്കാരം. ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം ബോധാത്മജം വാനരയൂഥമുഖ്യ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ദശാധികശതതമ സർഗത്തിലെ 110-ാം സർഗത്തിലെ 29 തുടങ്ങി 37 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ശ്ലോകം 29. രാഘോസ്തു പുത്രസ്ത്വേജസ്വി പ്രവൃദ്ധ പുരുഷാദകഃ കൽമാഷപാദസൗ ദാസ ഇത്യേവം പ്രഥിതോ ഭുവി. കൽമാഷപാദപുത്രോഭൂ ക്ഷത്ഖണസ്തു ദിനശ്രുതം യസ്തു തദ്വീരമാസദ്യ സഹസൈന്യോ വിനീനശത്. ശംഖണസ്യ തു പുത്രോഭൂച്ഛൂരശ്രീമാൻ സുദർശനഃ സുദർശനസ്യാഗ്നിവർണ്ണ അഗ്നിവർണ്ണസ്യ ശീഘ്രഗഃ. ശീഘ്രഗസ്യ മരുപുത്രോ മരോപുത്രപ്രശുശ്രുവഃ പ്രശുശ്രുവസ്യ പുത്രോഭൂത് അംബരീക്ഷോ മഹാമതീ. അംബരീഷസ്യ പുത്രോഭൂത് നഹുഷഃ സത്യവിക്രമഃ നഹുഷസ്യ ച നാഭാഗ പുത്രഃ പരമധാർമ്മികഃ. അജച്ഛ സുവ്രതശ്ചൈവ നാഭാഗസ്യ സുതാവുഭൗ അജസ്യ ചൈവ ധർമാത്മാ രാജാ ദശരഥഃ സുതഃ. തസ്യ ജ്യേഷ്ഠോऽസി ദായാദോ രാമ ഇത്യഭിവിശ്രുതഃ തദ്ഗ്രഹാണ സ്വകം രാജ്യം അവേക്ഷസി ജഗന്നൃപ. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം രാജാ ഭവതി പൂർവജഃ പൂർവജേനാവരപുത്രോ ജ്യേഷ്ഠോ രാജാഭിഷേച്യതേ. സ രാഘവാണാം കുലധർമ്മമാത്മനഃ സനാതനം നാദ്യ വിഹന്തുമർഹസി പ്രഭൂതരത്നാമനുഷാധിമേദിനിം പ്രഭൂതരാഷ്ട്രാം പൃഥുവന്മഹായശകാ. വസിഷ്ഠ മഹർഷി എങ്ങനെയാണ് കാകുത്സ്ഥ വംശം ഉണ്ടായതെന്ന് വിവരിക്കുകയാണ്. കുറേ രാജാക്കന്മാർക്ക് ശേഷം ഭഗീരഥന് മുൻപ് പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഭഗീരഥനിൽ നിന്നും കാകുത്സ്ഥൻ പിറന്നു. അങ്ങനെയാണ് ആ വംശനാമം ഉണ്ടായത്. പിന്നീട് രഘു എന്ന പുത്രനുണ്ടായി. രഘുവിൻ്റെ പുത്രൻ കൽമാഷപാദൻ. പിന്നീട് പ്രവൃദ്ധൻ, പുരുഷാസനൻ, സൗദാസൻ ഇവരെല്ലാം വിഖ്യാതരായി തീർന്നു. ശംഖണൻ എന്ന പുത്രൻ കൽമാഷപുത്രനിൽ നിന്നുണ്ടായി. പിന്നെ ശംഖണൻ്റെ പുത്രൻ ശൂരൻ. അങ്ങനെ പല രാജാക്കന്മാരും ഉണ്ടായ ശേഷം പിന്നെ എങ്ങനെയാണ് ശ്രീരാമൻ വരെയുള്ള രാജാക്കന്മാർ തുടർച്ചയായി ഉണ്ടായതെന്ന് വിവരിക്കുകയാണ്. ശ്ലോകം 29.
രഘോസ്തു പുത്രസ്ത്വേജസ്സി പ്രവൃദ്ധ പുരുഷാദകഃ കൽമാഷപാദസൗദാസ ഇത്യേവം പ്രതിതോ ഭുവി. രഘുവിൻ്റെ പുത്രൻ തേജസ്വിയായ കൽമാഷപാദൻ, പ്രവൃദ്ധൻ, പുരുഷാസനൻ, സൗദാസൻ ഇവരെല്ലാം ഭൂമിയിൽ വിഖ്യാതരായി തീർന്നു. ശ്ലോകം 30. കൽമാഷപാദപുത്രോ ഭൂച്ഛത്കണസ്തുതിനശ്രുതം യസ്തു തദ്വീരമാസാദ്യ സഹസൈന്യോ വ്യനീനശത്. ശ്ലോകം 30-ൻ്റെ അർത്ഥം: കൽമാഷപാദപുത്രൻ ശംഖണൻ എന്ന് കേട്ടിരിക്കുന്നു. അദ്ദേഹം വീര്യവാനായി സൈന്യസമേതനായി യുദ്ധം ചെയ്ത് ഒടുങ്ങി. ശ്ലോകം 31. ശംഖണസ്യതു പുത്രോ ഭൂച്ഛൂര ശ്രീമാൻ സുദർശനഃ സുദർശനസ്യാഗ്നിവർണ്ണ അഗ്നിവർണ്ണസ്യ ശീഘ്രഗഃ. ശംഖണൻ്റെ പുത്രൻ ശൂരനും ശ്രീമാനുമായ സുദർശനൻ, സുദർശനപുത്രൻ അഗ്നിവർണ്ണൻ, അഗ്നിവർണ്ണൻ്റെ പുത്രൻ ശീർഘകൻ. ശ്ലോകം 32. ശീർഘകസ്യ മരുപുത്രോ മരോപുത്ര പ്രശുശ്രുവഃ പ്രശുശ്രുവസ്യ പുത്രോ ഭൂത് അംബരീഷോ മഹാമതിഃ. ശീഘ്രകൻ്റെ പുത്രൻ മരു, മരുവിൻ്റെ പുത്രൻ പ്രശുശ്രുവൻ, പ്രശുശ്രുവൻ്റെ പുത്രനായി മഹാമതിയായ അംബരീഷനുണ്ടായി. ശ്ലോകം 33. അംബരീഷസ്യ പുത്രോ ഭൂന്നഹുഷഃ സത്യവിക്രമഃ നഹുഷസ്യ ജനാഭാഗ പുത്രപരമധാർമ്മികഃ. ശ്ലോകം 33-ൻ്റെ അർത്ഥം: അംബരീഷന് നഹുഷൻ എന്ന പുത്രനുണ്ടായി. സത്യവിക്രമൻ, നഹുഷൻ്റെ പുത്രൻ നാഭാഗൻ, അദ്ദേഹം പരമധാർമ്മികൻ ആയിരുന്നു. ശ്ലോകം 34. അജച്ഛസുഹൃദച്ചൈവ നാഭാഗസ്യ സുതാവുഭൗ അജസ്യ ചൈവ ധർമാത്മാ രാജാ ദശരഥസുതഃ. നാഭാഗൻ്റെ പുത്രന്മാർ അജനും സുവ്രതനും. അജൻ്റെ പുത്രൻ ധർമാത്മാവായ ദശരഥ രാജാവ്. ശ്ലോകം 35. തസ്യ ജ്യേഷ്ഠോസിതായാദൗ രാമ ഇത്യഭിവിശ്രുതഃ തദ്ഗ്രഹാണ സ്വകം രാജ്യം അവേക്ഷ്വസ്വ ജഗന്നൃപ. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായ രാമനെന്ന് പുകഴുന്ന ഭവാനുണ്ടായി, ദശരഥൻ്റെ പുത്രനായി. അങ്ങനെ സ്വന്തമായ രാജ്യം ഭവാൻ സ്വീകരിക്കുക, ജഗത്തിനെ പരിരക്ഷിക്കുക. വസിഷ്ഠ മഹർഷി പറഞ്ഞു വരുന്നത് ശ്രീരാമൻ തന്നെ രാജ്യഭാരം എടുക്കണമെന്ന് തന്നെയാണ്. ശ്ലോകം 36. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം രാജാ ഭവതി പൂർവജഃ പൂർവജേന വരപുത്രോ ജ്യേഷ്ഠോ രാജാഭിഷിച്യതേ. ഇക്ഷ്വാകുകൾക്കൊട്ടാകെ ജ്യേഷ്ഠപുത്രൻ രാജാവാകുക എന്നതാണ് നിയമം. ജ്യേഷ്ഠനിരിക്കെ അനുജൻ രാജാവായി അഭിഷിക്തനാവാറില്ല. 110-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 37-ാമത്തെ ശ്ലോകം. സ രാഘവാണാം കുലധർമ്മമാത്മനഃ സനാതനം നാദ്യ വിഹന്തുമർഹസി പ്രഭൂതരത്നാമനുഷാധിമേദിനിം പ്രഭൂതരാഷ്ട്രാം പൃഥുവൻ മഹായശഃ. രാഘവന്മാർക്ക് സ്വന്തം കുലധർമ്മവും സനാതനവുമായ ഇത് ലംഘിക്കാൻ പുറപ്പെടുന്നത് ശരിയല്ല. കീർത്തിമാനായ ഭവാൻ രത്നഗർഭയും ബഹുരാഷ്ട്രയുമായ മേദിനിയെ അച്ഛൻ ഭരിച്ചതുപോലെ തന്നെ ഭരിക്കുക. 110-ാം സർഗം അവസാനിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.